മേധുവിനെയും കുഞ്ഞിനെയും കുറിച്ച് ഓർക്കുമ്പോഴാ നിൽക്കുന്നു. ഇയാൾ ഒറ്റ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. സമാധാനമായല്ലോ, താൻ ഏറ്റെടുത്ത വർക്ക് നടന്നല്ലോ. നീ വെറുതെ റോങ് അടിക്കില്ലേ? ഇതിൽ കൂടുതൽ എന്ത് റോങ് ആവാനാടോ? അവൻ അന്നേ പറഞ്ഞ മധുരയിലെ വർക്ക് പിടിക്കാന്ന്. അത് റിസ്ക് ആണ്, കോപ്പാണെന്നൊക്കെ താനല്ലേ പറഞ്ഞത്? താനും ചെട്ടിയാരും കൂടെ അവനെ കൊണ്ടുപോയി കൊടുക്കുന്നിടത്ത് കൊടുത്തല്ലോ. ഇന്നലെ കട്ടപ്പന രേഖ കണ്ട സിനിമയല്ല, നാടകമാ. ടോണിയെ തീർക്കാൻ വേണ്ടി ഇവനും കമ്പത്തും കൂടെ കളിച്ച നാടകം. മോനെ തന്തയില്ലാത്തരം പറയുന്നു. എന്നാ കൊല്ലടോ, എന്നിട്ട് ഞങ്ങളുടെ ശവം കൂടെ അങ്ങ് തിന്ന്. എന്താ വിട്? നീ വിടാ ഫക്കീറെ, അയാളെ കൊല്ലട്ടെ. ഇവരെ നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? അയ്യപ്പൻ അങ്ങനൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് ടോണിക്ക് ഉറപ്പുള്ള കാര്യമായിരുന്നു. കളിച്ചത് മുഴുവൻ ചെട്ടിയാരാ. സംശയത്തിന്റെ പേരിൽ പരസ്പരം കുറ്റം പറയാം. വേണമെങ്കിൽ ഇവിടെ വെച്ച് അടിച്ചു തീരാം. അതോടെ തീർന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ. പക്ഷെ അവളോ? ടോണിയുടെ ആഗ്രഹം നടക്കണം. എത്രയും പെട്ടെന്ന് അവളെയും കുഞ്ഞിനെയും ആ വീട്ടിൽ നിന്ന് മാറ്റണം. എന്നിട്ട് ജീവിതകാലം മുഴുവൻ അവൾക്കും കൊച്ചിനും ആരുടെ മുന്നിലും തലകുനിക്കാതെ കഴിയാനുള്ള വകയും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ നീയും ഞാനും ഒക്കെ ചെട്ടിയാരെക്കാളും വലിയ ചെട്ടിയാവും. ഇതിനൊറ്റ വഴിയുള്ളൂ. ചെട്ടിയാര് പറഞ്ഞ ആദ്യത്തെ പണി ആ 2G സ്പെക്ട്രം 300 കോടി. ദേവി പട്ടണം ചെട്ടിയിൽ ഒരു സ്രാങ്കുണ്ട്, ഒരു കണ്ണൻ. ഈ പണി ഓക്കെ ആണെങ്കിൽ ടോണിയുടെ ഷെയർ അവളെ ഏൽപ്പിച്ച് ഒരു കണ്ണനെ ഏർപ്പാടാക്കുന്ന ബോട്ടിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. കൊളംബോയിലേക്കോ ആൻഡമാനിലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും. ചെട്ടിയാര് പറഞ്ഞ ശരിയാണെങ്കിൽ കാശുമായിട്ടുള്ള വണ്ടി മധുരയിൽ നിന്ന് പുറപ്പെടുന്നത് രാവിലെ 5 മണിക്ക്. വണ്ടമേട്ടിലെത്തുമ്പോൾ മണി 10. നല്ല മുട്ടയും പാലും തിന്ന് മുറ്റിയ പിള്ളേരാ. നമ്മളെ പോലെ കഞ്ഞിയും കരിപ്പെട്ടും കുടിച്ചവരല്ല. അപ്പൊ പണി പാലും വെള്ളത്തിൽ കിട്ടും. ചുമ്മാ നെഗറ്റീവ് അടിക്കാടാ. എന്തായാലും ഫോളോ ചെയ്യാം. അപ്പോൾ അങ്ങനെ കിട്ടിയാൽ പണി കൊടുക്കാം.
മോനെ സ്റ്റാൻഡ് വിട്. ഇപ്പൊ വിട്ടാ ഉള്ള നേരത്ത് വീട് പിടിക്കാം. എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാനാണ് പ്ലാനെങ്കിൽ കൂടെ ഈ രണ്ടെണ്ണത്തിനെ ഞാനങ്ങ് കൊണ്ടുപോകും. വർക്ക് കൊള്ളാം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് നിങ്ങളും ഈ കിടക്കുന്നവന്മാരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. കണ്ട കള്ളപ്പണക്കാർക്ക് വേണ്ടി ഇത്രയും ആത്മാർത്ഥം വേണോ മോനെ? നാളെ ഉമ്മാരെ പോലെ നീയും കണ്ടവൻ്റെ ഉണ്ട വിഴുങ്ങി ഏതെങ്കിലും റോട്ടി കിടക്കും. റോട്ടി കിടന്ന് വേണോ കിടക്കേ കിടന്ന് വേണോ ഉണ്ട വിഴുങ്ങാനെന്ന് ചേട്ടനങ്ങ് തീരുമാനിച്ചാൽ മതി. പിന്നെ ഏതോ കള്ളപ്പണക്കാരൻ്റെ അണ്ണാക്കിക്കൊണ്ട് തള്ളാനാണ് ഞാൻ ഈ കാശുമായിട്ട് പോകുന്നതെന്ന് നിങ്ങളോടാരാ പറഞ്ഞത്? മച്ചു, നീ നമ്മുടെ ജാതിയാ? സമയമില്ല, ഒരു തീരുമാനം എടുക്കണം. ഇപ്പം നീ ഞങ്ങളെ നാലെണ്ണത്തിന് ഒന്നിച്ചങ്ങ് തീർക്കുമായിരിക്കും. പക്ഷേ ഈ കാശുമായിട്ട് നീ ഒറ്റയ്ക്ക് എത്താൻ്റെ അടുത്ത് എത്തുന്ന നിനക്ക് വല്ല ഉറപ്പുണ്ടോ? ഒന്നുകിൽ ഇവിടെ വെച്ച് പരസ്പരം മുട്ടി ബാക്കിയാകുന്നവർക്ക് ഈ കാശുമായിട്ട് എങ്ങോട്ടെങ്കിലും പോവാം. അതല്ലെങ്കിൽ മാന്യമായൊരു പങ്കുവയ്ക്കൽ, ഈക്വൽ ഷെയർ. ഈക്വൽ ഷെയർ. ടോട്ടൽ 6 പേർ. എവിടെ ആറാമൻ?